നമ്മുടെ മലമ്പുഴ വ്യൂ ആണ് മലമ്പുഴ വന്നിട്ട് നമ്മളൊരു 8 മണി വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യും. ഇപ്പൊ സമയം ഏകദേശം ഒരു 4 മണിയാണ്. ഇപ്പോൾ സമയത്ത് നമ്മുടെ ചിച്ചുണിക്ക് ഒരാഗ്രഹം ഞാൻ കയറി കതച്ചു കേട്ടോ. ഓക്കെ, അവന്റെ ആഗ്രഹം എന്താണെന്നറിയോ? അവന്റെ പേര് അവനിപ്പോൾ എഴുതും. എന്നിട്ട് അടുത്ത വർഷം നോക്കുമ്പോൾ ആ പേര് ഇവിടെ കാണോ എന്ന് നോക്കാനുള്ള ടെസ്റ്റിംഗ് ആണ്. അങ്ങനെ ഞാനും ചിച്ചുണിയും കൂടിയിട്ട് അവരെ കഷ്ടപ്പെട്ട് നമ്മുടെ മലമ്പുഴ യക്ഷിനെ കാണാൻ വേണ്ടി വന്നപ്പോണ്ടല്ലോ. അതുകൊണ്ട് നോക്കി 3 പേര് നേരത്തെ വന്നൊക്കെ കാണാനായിട്ട് ഇൻസാനും 2 ക്രാങ്ങളും ആരാണ് എന്താണെന്ന് മനസ്സിലാവുന്നതാണ് പിള്ളേരെ നടക്കണേ. പക്ഷെ എന്റെ കെട്ടു എന്ത് കണ്ടിട്ട് നടക്കണം ഇതുവരെ മനസ്സിലാ വാച്ച് കളിക്കാൻ പറ്റും. കുറേ വർഷങ്ങളായി, അതായത് നമ്മൾ ചെറുതേ തൊട്ട് നമ്മൾ മുടങ്ങാണ്ട് എല്ലാ വർഷവും പോകുന്ന സ്ഥലമാണ് വേളാങ്കണ്ണി. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് വേളാങ്കണ്ണിക്കുള്ള യാത്രയാണ്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് വേളാങ്കണ്ണിക്ക് യാതൊരു കാഴ്ചകളുണ്ടാവില്ല. അതിനു മുമ്പ് നമ്മൾ മലമ്പുഴയ്ക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ മലമ്പുഴ വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് മലമ്പുഴ വന്നിട്ട് നമ്മളൊരു 8 മണി വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യും. ഇപ്പം സമയം ഏകദേശം ഒരു 4 മണിയാണ്. ഇപ്പോൾ സമയം ഇത്ര കഴിയില്ല. അപ്പോൾ ഇവിടെ കറങ്ങനൊക്കെ ഉണ്ട് പുറകില്. കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ മലമ്പുഴയിൽ വന്നിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. സോ ഞാനൊരു ബൂസ്റ്റും പിന്നെ ഒരു മുളക് ബജി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളങ്ങനെ നമ്മളുടെ ചായ കൂടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ മലമ്പുഴയുടെ ഉള്ളിലേക്ക് വന്നു. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, കണ്ടോ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ദൈവം സഹായിച്ച് അത്യാവശ്യം ചെറുതായൊരു മഴയൊക്കെ ഉണ്ടായി. പക്ഷെ അത് നമുക്ക് പ്രശ്നമല്ല. നമുക്ക് നമ്മൾ പിള്ളേരെ പാർക്കിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്നേ. പക്ഷെ അതിപ്പോൾ നടക്കില്ല. നമുക്കപ്പോൾ ഇവിടെ നടന്ന് കാണാം, ഡാം മുകളിൽ പോയിട്ടൊക്കെ കാണാം. ഓക്കെ, ഞാൻ പറയില്ല, എല്ലാ വർഷവും വരാറുണ്ടല്ലോ. വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഫ്രീ ആണ്. നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇപ്പം നമുക്ക് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല, കുറച്ച് മാറിയുണ്ട്. കാരണം 2 മുതലുകളുണ്ടല്ലോ. ഇപ്പം അവരാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കണത്. ഇതാണ് നമ്മുടെ മലമ്പുഴയുടെ ഫുൾ വ്യൂ. നമുക്ക് വലിയ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഒരു സീക്രട്ട് സാധനം. എല്ലാവർക്കും അറിയാം മലമ്പുഴ എന്ന് പറയുമ്പോൾ മലമ്പുഴ യക്ഷി അതുണ്ട്. അതെന്താ പറയുക, ഞങ്ങൾക്ക് മിക്കപ്പോഴും നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്. ചിരി വരും, പക്ഷെ എന്നാലും നമ്മൾ ഫോട്ടോ എടുക്കും, കോമഡി ആയിരിക്കും. അതുപോലെ നമ്മളിവിടെ റോപ്പ് വേ ഉണ്ട്. ഇതുവരെ നമ്മളതിൽ പോയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ സ്റ്റെപ്പൊക്കെ കയറി ഏറ്റവും മുകളിൽ പോയി കാണണം. അങ്ങനെ കാണുന്നൊരു സുഖം എനിക്ക് തോന്നുന്നു റോപ്പ് വേയിൽ കിട്ടില്ല. നമ്മളിങ്ങനെ നടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നമ്മൾ കാണുന്നൊരു സുഖം ഉണ്ടല്ലോ, അതിങ്ങനെ ചുമ്മാ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഈ വയ്യാത്തവർക്കൊക്കെ നമുക്ക് മലമ്പുഴ കാണാനായിട്ട് വേണമെങ്കിൽ ഓക്കെ റോപ്പ് നല്ലതാണ്. പക്ഷെ നമുക്ക് ആരോഗ്യം വലിയ കുഴപ്പമില്ലാത്ത ആരോഗ്യമുള്ളവർക്ക് ഇത് നടന്ന് കാണുന്നതാണ് ഭയങ്കര. ഇത്രയും ഏക്കർ കണക്കിന് സാധനം എന്താ പറയുക, നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മളിങ്ങനെ ഫുൾ കവറിൽ. അപ്പോൾ ഇപ്രാവശ്യം ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ അധികം ഒന്നും കാണണ്ട, നമുക്ക് പിള്ളേർക്ക് പാർക്കിൽ കളിക്കാത്രയ്ക്ക് മാത്രം മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ ഇപ്പം നമ്മൾ ഫുൾ കാണും, എല്ലാം കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ. ബോട്ടിങ് ഉണ്ട് ഇവിടെ, ബോട്ടിങ്ങിന് പോകാൻ സാധ്യത കുറവാണ്. പക്ഷെ ബോട്ടിങ്ങിൻ്റെ സ്ഥലമൊക്കെ കാണണം. അവര് വീട്ടിട്ടവര് അളിയനും ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ. ഒരളിയൻ കൊച്ചിന് ചുമന്നപ്പോൾ ഒരളിയൻ കൊച്ചിൻ്റെ സാധനങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാമിൻ്റെ മുകളിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് ഈ പാലം കിടക്കണം, എന്നിട്ട് വേണം നമുക്ക് ഡാമിൻ്റെ മുകളിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വന്നപ്പോണ്ടല്ലോ 2 പേര് നമുക്ക് മുമ്പേ ഇവിടെ എത്തി. സത്യത്തിൽ നമ്മൾ ഒരുമിച്ചാണ് യാത്ര തുടങ്ങിയത്, അതിൻ്റെ ഇടയിൽ സ്പ്ലിറ്റായി. ഇപ്പം നോക്കുമ്പോൾ അവർ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക, നമ്മളപ്പനാണ്. അങ്ങനെ പിള്ളേര് നടന്നോളും, അതിൽ കാര്യമൊന്നുമല്ല. അല്ലല്ലോ കുമ്പുറുമൊഴിയിൽ അത്രയ്ക്ക് വലിയ ഇളക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ അതെനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും നല്ല. വേണ്ട, അളക്കണ്ട. എൻ്റെ ഒരു അന്ത്യാഭിലാഷമാണ് ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇത് തുറക്കണത് കാണണം, ഡാം തുറക്കണത്. എപ്പോഴും സ്പ്ലിറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ പാലിറങ്ങി വരുമ്പോഴത്തേക്കും 3 പേരെ മിസ്സായിട്ടുണ്ട്. അവർ പോയിട്ടുള്ള സ്ഥലം ഏതാണെന്നറിയോ, മലമ്പുഴയ്ക്ക് തുടങ്ങിയ. അങ്ങനെ ഞാനും സിച്ചനും കൂടിയിട്ട് അവരെ കഷ്ടപ്പെട്ട് നമ്മുടെ മലമ്പുഴ യക്ഷിനെ കാണാൻ വേണ്ടി വന്നപ്പോണ്ടല്ലോ. അതുകൊണ്ട് നോക്കി 3 പേര് നേരത്തെ വന്നൊക്കെ കാണാനായിട്ട് ഇൻസാനും 2 ക്രാങ്ങളും
ആരാണ് എന്താണെന്ന് മനസ്സിലാവേണ്ടാണ് പിള്ളേർ നടക്കണേ. പക്ഷെ എന്റെ കെട്ടി ഒന്ന് കണ്ടിട്ട് നടക്കണം, എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. വാച്ച് നോക്കിയാൽ നമ്മുടെ ചിച്ചുണിക്ക് ഒരാഗ്രഹം ഞാൻ കയറി കതച്ചു കൂട്ടാം. ഓക്കെ, അവൻ്റെ ആഗ്രഹം എന്തെന്നറിയോ? അവൻ്റെ പേര് അവനിപ്പോൾ എഴുതും. എന്നിട്ട് അടുത്ത വർഷം നോക്കുമ്പോൾ ആ പേര് ഇവിടെ കാണോ എന്ന് നോക്കാനുള്ള ടെസ്റ്റിംഗ് ആണ്. പാവം കൊച്ചു കഷ്ടപ്പെട്ട് എഴുതുന്നുണ്ട്. പിന്നെ വേറെ ആരുടെ പേര് എഴുതണേ? എടോ ഇവൻ വേറെ ആരുടെയോ പേര് എഴുതുന്നുണ്ട്. പാപ്പനെ ഒന്ന് കാണണം. അതെന്റെ പേര് എഴുതാലേ നേടാവില്ല. ചിച്ചുണ്ണിന്ന് ഞങ്ങൾ ഇവനെ വീട്ടിൽ വിളിക്കണ പേരാണ് കേട്ടോ. ഞങ്ങളുടെ ഉണ്ണിവാവിയല്ലേ. ഇവന്റെ ഒറിജിനൽ പേര് റുബൻ. ആ പേരപ്പം എഴുതിക്കണേ. ഇനി അടുത്ത പേര് എഴുതിക്കോട്ടെ. അതെന്തായാലും ഞങ്ങൾ പരസ്യമാക്കുന്നില്ല, ഇത്രത്തോളം മതി. ഇവരിങ്ങടെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറും. ഓക്കെ അല്ലേ? കൈയടിച്ചേ. നമ്മളങ്ങനെ മലമ്പുഴ ഡാം മുകളിൽ പോയി കാണാൻ പോവാണ്. ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്ക് മുകളിൽ പോയിട്ട് കാണാനായിട്ട്. അപ്പം ആൾക്കാർ കയറുന്നത് കൊണ്ട് നമ്മളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെയൊക്കെ വെയിറ്റിംഗ് ആണ് ആൾക്കാർ. അച്ചോടാ അവിടെ ക്ഷീണിച്ച ഒരാളിരിക്കുന്നു. പോവാം, ബാ. അളിയ അറിഞ്ഞ ഞാൻ പെട്ട് സത്യം പറഞ്ഞ ശരിക്കും പട്ടിയായി നന്നായിട്ട് ക്ഷണിച്ചു. അയ്യോ ശരിക്കും നെഞ്ച് എന്താണ്ടും പോലെ. നമ്മുടെ മലമ്പുഴ ഫുൾ വ്യൂ ആണ്. ഡാമിന്റെ മുകളിൽ കയറി അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം നമ്മളിങ്ങനെ ടയർഡായിട്ടൊക്കെ നിന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നടക്കാം. കാരണം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അതിന് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെപ്പോഴും നമുക്ക് കൂടുതൽ നമ്മുടെ വ്യൂ ഇപ്പുറത്താണ് ശരിക്കും കാണാൻ ഭംഗിയാണെങ്കിലും താഴെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഡാമിൻ്റെ കുറേ സംഭവമൊക്കെ ഉണ്ടാണെങ്കിലും നമ്മളെപ്പോഴും നോക്കുന്നത് ഇപ്പുറത്തേക്കായിരിക്കും. കാരണം ഒരു പ്രത്യേക ഭംഗിയല്ലേ ആ വലിയ മലയും. പിന്നെ അവിടെ എന്തോ ഒരു സംഭവം പാറക്കിട്ടും എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളാ ഫുൾ ഫോം കണ്ടുപിടിച്ചു. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ചുറ്റുണ്ടി പറഞ്ഞത് കറക്റ്റ് ആണെന്നാണെങ്കിൽ മലമ്പുഴ വാട്ടർ ലാൻഡ്. യെസ്, ഇത് തന്നെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അത് തന്നെയാണ്, നമ്മൾക്ക് ഇത് തന്നെയാണ്. ഇവിടെ ഇനി വന്ന് നിൽക്കുമ്പോണ്ടല്ലോ, ഇന്നിപ്പോൾ ശരിക്കും ചെറിയൊരു ചൂടുണ്ട്. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടാവുന്നത് നല്ല രസമാണ്. ഡാമിൻ്റെ മുകളിലൊന്നും നിൽക്കുമ്പോൾ ചെറിയ ചൂടാണ്. അതായത് കാരണം മഴക്കാർ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചൂടായിരിക്കും ചിലപ്പോൾ. മഴക്കാർ ചിലപ്പോൾ ചൂടുണ്ടാവില്ല. സത്യം ശരിക്കും നല്ല ചൂടുണ്ട് കേട്ടോ. വയർത്ത് നമ്മളിങ്ങനെ ഒലിക്കണം. എന്താ ചേട്ടാ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ. നമ്മളിവിടെ കഷ്ടപ്പെട്ട് വീടെടുക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ പോകും. ഡാമിൽ താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് നല്ല കാര്യം, സൂപ്പർ കാര്യം. ഈ സമയത്ത് പോകാൻ തോന്നിക്കില്ല. പക്ഷെ കാറ്റിന് വേറൊരു കാര്യമുണ്ട്, നല്ല മഴക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മലമ്പുഴ വിശേഷങ്ങൾ. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം പിള്ളേർ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ച് പോകുമായിരുന്നു വേളാങ്കണ്ണിക്ക്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.